നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യത്തെ കോടതിയിൽ എതിർത്ത് പി ദിവ്യ. തുടരന്വേഷണം എന്ന ആവശ്യത്തിനായി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് പി ദിവ്യ. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 23 മാറ്റി. അന്വേഷണ സംഘം കണ്ടെത്തിയ ഒട്ടനവധി വസ്തുതകൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ പി ദിവ്യയുടെ നിരപരാധിത്വം വെളിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയപ്പാടിലാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത്. ഹർജി കൊടുത്ത് ഇന്ന് അത് വാദത്തിന് വെച്ചതാണ്. ഇന്ന് അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട നിലയിൽ ആരും വാദിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ആ കേസ് അവരുടെ വാദം കൂടി കേൾക്കാൻ വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് 23 തീയതിയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളെ അല്ലെങ്കിൽ സാക്ഷിമൊഴികളെ പ്രതിക്ക് അനുകൂലമായി വരാനിടയിലുള്ള സാക്ഷിമൊഴികളെ ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നിയമപരമായി നിലനിൽക്കാത്ത ഒരു ഹർജിയാണ് യഥാർത്ഥത്തിൽ അവർ സമർപ്പിച്ചിട്ടുള്ളത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായി. ഫെലിക്സ്, എന്തൊക്കെ വാദങ്ങൾ മുൻനിർത്തിയാണ് തുടരന്വേഷണത്തെ പി ദിവ്യ എതിർക്കുന്നത്? അഭിലാഷ്, കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകിയത്. അതായത് ഈ കേസിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല, കുറ്റപത്രത്തിലെ കാര്യങ്ങളിലും കൃത്യമായ വിവരങ്ങളില്ല, അതുകൊണ്ട് തുടരന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. ആ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമ്പോഴാണ് പി ദിവ്യ അവരുടെ ആവശ്യങ്ങളെ എതിർത്തത്. അതിൽ പ്രധാനമായും പി ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചത് ഈ തുടരന്വേഷണത്തിനായി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നതാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ പ്രധാനമായും നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഈ CDR രേഖകൾ, CCTV രേഖകളും ഒപ്പം തന്നെ ഫോൺ CDRും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഒപ്പം തന്നെ പി ദിവ്യയുടെ ബിനാമി ഇടപാടുകൾ അന്വേഷിക്കണം. യഥാർത്ഥ പമ്പുടമ പ്രശാന്തനാണെങ്കിൽ കൂടി ഈ ഇതിന് പണം നൽകിയിരിക്കുന്നത് പ്രശാന്തനല്ല. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം. പക്ഷേ ഈ തെളിവുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചതാണ് എന്നതാണ് പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഏതായാലും ഇത് സംബന്ധിച്ച വാദം ഈ മാസം 23 വീണ്ടും തുടരും. അതിനുശേഷമായിരിക്കും നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജിയിൽ കോടതിയുടെ അന്തിമ തീരുമാനം സ്വീകരിക്കുക.